ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നത് ഈ വരുന്ന 21-നാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ആ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിൻ്റെയും ലൈവ് ക്ലാസ്സിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ള ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി എന്നുള്ള ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെയും വളരെ കുറച്ച് സമയം കൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മാക്രോ എക്കണോമിക്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ബഡ്ജറ്റ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഡിഫൈൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു ആനുവൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു എക്കണോമിയുടെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും കമ്മിങ് ഇയറിലെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റഡ് റവന്യൂ ഒക്കെ കാണിക്കുന്ന ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അതിനുശേഷം ബഡ്ജറ്റ് നമുക്ക് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക, റവന്യൂ ബഡ്ജറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ. കുറേ അധികം കാര്യങ്ങൾ നമ്മളിതാ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്, റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. റവന്യൂ ബഡ്ജറ്റിൽ റവന്യൂ റെസീപ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രമായിരിക്കും കാണിക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റെസീപ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മാത്രമായിരിക്കും കാണിക്കുക. സിമ്പിൾ ആണല്ലോ അല്ലേ. റവന്യൂ റെസീപ്സ് തന്നെ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക, ടാക്സ് റവന്യൂയും നോൺ ടാക്സ് റവന്യൂയും. ടാക്സ് ആയിട്ട് കിട്ടുന്നതും ടാക്സ് അല്ലാതെ കിട്ടുന്നതും. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ഉണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഈ പ്ലാൻ എന്നൊക്കെ പറയുന്നത് 5 ഇയർ പ്ലാനിൻ്റെ ബേസിൽ എക്സ്പെൻഡിച്ചർ അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ്. 5 ഇയർ പ്ലാൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ അത്ര റെലവൻ്റ് അല്ല. എന്നാൽ പോലും ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ, നമുക്ക് ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ റെസിപ്റ്റിന് വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഈ ഡയഗ്രാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഈ റവന്യൂ റെസിപ്റ്റ് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നൊക്കെ നമ്മൾക്ക് വഴിയേ പഠിക്കാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റിനുള്ളത്. അതിൽ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ അലോക്കേഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ. അതായത് പബ്ലിക് ഗുഡ്സ്. നമുക്കറിയാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് ഗുഡ്സ്, അതായത് ഒരാൾ യൂസ് ചെയ്താൽ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനില്ലാതെ തീർന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ആരെയും പുറത്താക്കുന്നില്ല. ഫീസൊന്നും അല്ലെങ്കിൽ പേയ്മെൻ്റ് ഒന്നും അടച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സ് എല്ലാ പബ്ലിക് ഗുഡ്സും നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പബ്ലിക് പാർക്കുകൾ പറയാം, പോലീസ് സർവീസ് പറയാം, നാഷണൽ ഡിഫൻസ് പറയാം. അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പബ്ലിക് ഗുഡ്സ് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആക്കുക എന്ന് പറയുന്നതാണ് അലോക്കേഷൻ ഫംഗ്ഷനിൽ അവർ ചെയ്യുന്നത്. പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ വെൽത്ത് എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? വെൽത്ത് അല്ലെങ്കിൽ ഇൻകം ഒരുപാട് റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കിക്കൊണ്ടാണ് ആ ഒരു ഇക്വാലിറ്റി നമ്മുടെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മുടെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്. സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ പ്രൈസ് ഇൻസ്റ്റെബിലിറ്റിയും എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ ഇവയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി കൂടെ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസീപ്റ്റ്സ് നമുക്ക് 2 രീതിയിലാണല്ലോ അല്ലേ ഉള്ളത്. ഗവൺമെൻറ്റിന് 2 രീതിയിലുള്ള റെസീപ്റ്റ്സ് ആണ് വരുന്നത്, റവന്യൂ റെസീപ്റ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റ്സും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ട് റവന്യൂ ആയിട്ടും ക്യാപിറ്റലായിട്ടും തിരിക്കാൻ വേണ്ടി പറയാറുണ്ട്. ആ സമയത്ത് പല മക്കൾക്കും കൺഫ്യൂഷനാണ്. ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ മിസ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് ഒന്ന് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു രീതിയിലുള്ള ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു അസറ്റും കുറയ്ക്കുന്നുമില്ല. അങ്ങനെ വരുന്ന റെസീപ്റ്റുകളാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും ചെയ്യുന്നില്ല കേട്ടോ. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അസറ്റ് റിഡ്യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് എന്ത് പറയാം? ഫീസ്, ഫൈന്, പിന്നെ ടാക്സ് റവന്യൂ, ഇതൊക്കെ ഇതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഗവൺമെൻറ്റിന് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അസറ്റ് റിഡ്യൂസ് ചെയ്യും.
ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ള, അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന റെസിപ്റ്റാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ നമുക്ക് ബോറോയിങ്സ് എക്സാമ്പിളായിട്ട് പറയാം, അവിടെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഒരു സ്ഥാപനം പ്രൈവറ്റ് സെക്ടറിന് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ഒരു അസറ്റ് പോയില്ലേ, അസറ്റ് റിഡ്യൂസ് ആയി, പക്ഷെ നല്ലൊരു വരുമാനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ റിസീപ്റ്റിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു രീതിയിലുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒരു രീതിയിലും ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യുന്നും ഇല്ല. ഇത് രണ്ടും ചെയ്യാത്ത എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിന് ഒരു അസറ്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയും കുറയ്ക്കുന്നുമില്ല. അങ്ങനെ വരുന്ന ചിലവുകൾ എന്തൊക്കെയായിരിക്കും? സാലറി ടു ഗവൺമെൻറ് സ്റ്റാഫ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഗവൺമെൻറ്റിന് ഒന്നുകിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യും. ഇത് ചെയ്തുകൊണ്ട് വരുന്ന ചിലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇൻവെസ്റ്റ്മെൻറ്റുകൾ പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്ന സമയത്ത് ചിലവാണ്, പക്ഷെ അവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. എക്സാമ്പിൾ അടക്കം വേണത് പഠിച്ച് വെക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത് നമുക്ക് ബഡ്ജറ്റ് 3 രീതിയിലാണ് അല്ലേ. 3 രീതിയിലുള്ള ബാലൻസുകൾ നമ്മുടെ ബഡ്ജറ്റ് കാണിക്കാറുണ്ട്. ഒന്ന്, നമ്മുടെ എക്സ്പെൻസ് റവന്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആയിരിക്കും. എക്സ്പെൻസ് റവന്യൂവിന് ഈക്വൽ ആണെങ്കിൽ അത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കും. എക്സ്പെൻസിനേക്കാളും കൂടുതൽ റവന്യൂ ആണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, അത് സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനൊക്കെ ഇതിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ച് വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തത് ഇനിയിപ്പോൾ ഡെഫിസിറ്റ്. മോസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഇപ്പം ഡെഫിസിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കണമെങ്കിൽ ആദ്യം അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മെഷേഴ്സ് ഓഫ് ഡെഫിസിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. 3 രീതിയിലാണ് നമുക്ക് ഡെഫിസിറ്റ് മെഷർ ചെയ്യാൻ പറ്റുക. ഒന്ന് റവന്യൂ ഡെഫിസിറ്റ് ആണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് മൈനസ് ചെയ്യുന്നതാണ്. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ് അല്ല മൈനസ് ചെയ്യുന്നത്. ടോട്ടൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ റവന്യൂ റെസിപ്റ്റും വരും, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റും വരും. റവന്യൂ റെസിപ്റ്റ് മുഴുവൻ എടുക്കാം, പക്ഷേ ക്യാപിറ്റൽ റെസിപ്റ്റിൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റുകൾ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് വേണം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അതായത് ബോറോയിങ്സ് ഒന്നും വരില്ല. ബോറോയിങ്സ് ഒഴികെയുള്ള ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ക്യാപിറ്റൽ റെസിപ്റ്റ് മാത്രം എടുക്കുക റവന്യൂ റെസിപ്റ്റിൻ്റെ കൂടെ. അതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. പിന്നെ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ടോട്ടൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളൊക്കെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തതാണ് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യാൻ പോവാണ് 3 സെക്ടർ എക്കണോമിയിൽ. ഇവിടെ ഹൗസ് ഹോൾഡും ഫേമും പിന്നെ മൂന്നാമതായി നമ്മുടെ ഗവൺമെൻറ്റിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷനിലാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഒന്ന് ലംസം ടാക്സ് ആകുന്ന കേസാണ്. അതായത് ഫിക്സഡ് ആണ്. വാട്ട് എവർ മേ ബി ദ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല ടാക്സ് വരുന്നത്. ടാക്സ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. Y* ആണ് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. C⁻, നമുക്കറിയാം ഓട്ടോണമസ് കൺസംഷൻ ആണ്. അതിൽ നിന്ന് C⁻T⁻ ആണ്. ഈ C എന്ന് പറയുന്നത് MPC ആണ് എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക കേട്ടോ. C*T⁻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ T⁻ എന്ന് പറയാൻ കാരണം എന്താണ്? ടിയും ഓട്ടോണമസ് ആയതുകൊണ്ടാണ്. ഈ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ലംസം ടാക്സ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ടാക്സ് മൈനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും ടാക്സ് ഒരു മൈനസ് ഫിഗർ ആണല്ലോ, ഇൻകത്തൊന്നും മൈനസ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ CTR ഉണ്ടാവും. TR ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ് നമുക്കറിയാം. I⁻ ഉണ്ടാവും, G⁻ ഉണ്ടാവും. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. അടിയിൽ 1/1 - C ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസാണ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇൻകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ആ ടാക്സും കൂടുന്നുണ്ടായിരിക്കും. അവിടെ ചെറുതായിട്ടൊന്ന് മാറും. C⁻ പ്ലസ് CTR⁻ പ്ലസ് I⁻ പ്ലസ് G⁻. അവിടെ ആരും ഉണ്ടാവില്ല, ഈ CT ഉണ്ടാവില്ല. ക്യാപിറ്റൽ T ലംസം ടാക്സ് ആണല്ലോ, അതിവിടെ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. അടിയിൽ ബൈ 1 - C × 1 - T ആണ്. ഈ സ്മോൾ T ആണ് പ്രൊപ്പോർഷണൽ ടാക്സ്. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഈ C എന്ന് പറയുന്ന ആരെയാണ്? നമ്മൾ MPC ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ഇക്വേഷനും ഒന്ന് ജസ്റ്റ് പഠിച്ച് വെച്ചേക്കാം. ദെൻ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്ലയറുകളെ കുറിച്ച് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. എന്താണ് ഈ മൾട്ടിപ്ലയർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ഇൻകത്തിൽ, ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ എത്ര മാറ്റം വരുന്നു എന്നുള്ളതാണ്. ആ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ച് വെച്ചേക്കാം. 1/1 - C ആണ്. ഈ C എന്ന് പറയുന്നത് MPC ആണ് കേട്ടോ. ദെൻ ടാക്സ് മൾട്ടിപ്ലയർ
C/1 - C ആണ്. പിന്നെ ടാക്സ് നെഗറ്റീവ് ആണല്ലോ, അതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. -C/1 - C ആയിരിക്കും. പിന്നെ നമ്മുടെ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടിയാൽ 1 കിട്ടും. അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. പിന്നെ നമ്മുടെ ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ C/1 - C ആയിരിക്കും. ടാക്സ് മൾട്ടിപ്ലയറിന്റെ അതേ ഇക്വേഷൻ ആണ്, നെഗറ്റീവ് ഇല്ലാന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ ടാക്സിന്റെ കേസിൽ ഒരൊറ്റ മൾട്ടിപ്ലയറെ പഠിക്കാനുള്ളൂ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് 1/1 - C × 1 - T ആണ്. ഈ ഒരു ഭാഗം നമുക്കറിയാം, പ്രൊപ്പോർഷണൽ ടാക്സിന്റെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ അടിയിൽ വന്ന അതേ ആൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു 3 കോൺസെപ്റ്റും കൂടി 2-3 കോൺസെപ്റ്റും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എക്കണോമിയിൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വരുന്ന സമയത്ത് താനേ ഫംഗ്ഷനായി ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷനായി ഓട്ടോമാറ്റിക്കലി എക്കണോമി കറക്റ്റ് ആകും. അതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. ചില സമയത്ത് എക്കണോമിയിൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ബോധപൂർവം ഡെലിബറേറ്റ്ലി ഓപ്പറേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അതാണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. പിന്നെ നമ്മുടെ റിക്കാർഡിയൻ ഈക്വലൻസ് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. റിക്കാർഡിയൻ ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് അധികമായി ബോറോ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിന് കടം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ് ഭാവിയിൽ ഇത് ടാക്സ് ലയബിലിറ്റി ആയി, ടാക്സ് കൂടി ഇനി വരുന്ന ജനറേഷൻ ആയിരിക്കും ഇത് ഇഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേവിഡ് റിക്കാർഡോ പറയുകയാണ്, എന്താ പറയുന്നത്, ആളുകളോട് കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ സേവിങ്സും ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റും തമ്മിൽ ഓഫ്സെറ്റ് ചെയ്ത് പോയിക്കോളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നാഷണൽ സേവിങ്സിൽ ഒരു ചേഞ്ചും വരില്ല, അത് ഈക്വലായി നിൽക്കും എന്ന് പറയുകയാണ്. അതാണ് റിക്കാർഡിയൻ ഈക്വലൻസ്. റിക്കാർഡോ ശരിക്കും ഒരു സൈൻ തരുവാണ്, ഗവൺമെൻറ് അധികമായിട്ട് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും കരുതിയിരിക്കുക, എല്ലാവരും എന്ത് ചെയ്യണം, കൂടുതലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സേവിങ്സും ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റും കൂടെ ഓഫ്സെറ്റായി പോയിക്കോളും എന്ന് പറയുകയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഡെഫിസിറ്റ് പറഞ്ഞല്ലോ, ഈ ഡെഫിസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്ത് ചെയ്യണം, ടാക്സ് കളക്ഷൻ കുറേയും കൂടെ ഇഫക്റ്റീവ് ആക്കും നമ്മുടെ ഗവൺമെൻറ്. അങ്ങനെയാണല്ലോ അവർക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ടാക്സ് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കും അവർ. പിന്നെയോ പബ്ലിക് സെക്ടറിൻ്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കണ്ടന്റ് നിങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.